ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പിൻ്റെ ഉപ്പുമാവായിരുന്നു കേട്ടോ. വല്ലപ്പോഴും അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇന്ന് ഉച്ചക്കത്തേക്ക് നമുക്ക് കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. പിന്നെ അയില വാങ്ങി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് മെൽറ്റാകാൻ വേണ്ടി വെള്ളത്തിലെടുത്തിട്ടിട്ടുണ്ട്. പിന്നെ അന്ന് നമ്മൾ ഉപ്പിലിട്ട കണ്ണിമാങ്ങയാണ്. അത് ചുക്കി ചുളിഞ്ഞ് ഇങ്ങനെയായി. ഇങ്ങനെയാണ് നമ്മുടെ ലൈഫും. എല്ലാവർക്കും ഓർമ്മ വേണം. നല്ല പ്രായത്തിൽ ജീവിതം ആസ്വദിക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ അത് അങ്ങനെ കഴിഞ്ഞ് കടുമാങ്ങ ഉണ്ടാക്കണം അടുത്ത് തന്നെ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ അയില വെട്ടിത്തേച്ച് ദേ വറുക്കാനുള്ളത് ചട്ടിയിലിട്ടു. പിന്നെ എൻ്റെ ഇടയ്ക്ക് ഞാൻ കറിയാക്കി മുളക് കറി ആട്ട വെച്ചതായില്ല. പിന്നെ അപ്പുറത്ത് നമ്മുടെ കോവയ്ക്കയും റെഡി ആയിട്ടുണ്ട്. കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അതെല്ലാം കഴിഞ്ഞിട്ട് മീനൊക്കെ വെട്ടിയ കത്തിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി അവിടെ വെച്ചു. പിന്നെ അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയിട്ടു. എനിക്കങ്ങനെ ക്ലീൻ ആക്കിയിട്ടിട്ട് മീനൊക്കെ വറുക്കാനാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. അങ്ങനെ എല്ലാം കഴിയുമ്പോൾ നമുക്കൊരു സമാധാനമല്ലേ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അതേ പാറക്കുട്ടിക്ക് ഫുഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവൾ ആസ്വദിച്ച് കഴിക്കുള്ളൂ കേട്ടോ. ഇടയ്ക്ക് കഴിക്കും, ഇടയ്ക്ക് എണീറ്റ് പോകും, പിന്നെ ഇടയ്ക്ക് കഴിക്കും. പിന്നെ നമ്മളൊന്ന് കൊഞ്ചിച്ച് പുന്നാരിപ്പിച്ച് അവളെ എന്താ പറയുക, ഭയങ്കരമായിട്ട് പുന്നാര പെണ്ണാട്ടത്. ഭയങ്കര എന്താ പറയുക, കൊഞ്ചിതയാണ് അവൾക്ക് എപ്പോഴും നമ്മൾ വേണം ഇങ്ങനെ കൊഞ്ചിച്ച് പുറകെ വേണം. അങ്ങനത്തെ ഒരു ആളാണ്. അത് ഈ ബ്രീഡ് എങ്ങനെയാണെന്നാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് കേട്ടോ, വെറുതെ അല്ല. അപ്പോൾ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ കൂടെ കളിക്കാൻ പോകണം. ഭയങ്കര വാശിക്കാരിയാണ്. കണ്ടില്ലെങ്കിൽ അവളിങ്ങനെ വിതുമ്പ് ഇരുന്നിട്ട് കരയും, കണ്ണൊക്കെ നിറയും അവളുടെ. ശരിക്കും ഭയങ്കര എനിക്ക് അതിശയം കേട്ടോ ഇവളെ. ഒരുപാട് എൻ്റെ വീട്ടിൽ ഒരുപാട് പപ്പീസിനെയൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിലും ഇവളെപ്പോലെ ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു പപ്പീനെ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഇവളുടെ ബ്രീഡിൻ്റെ പ്രത്യേകതയെന്നാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ കുറച്ച് കളിക്കും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഊണ് കഴിക്കാൻ ടൈമായിട്ടോ. അപ്പോൾ നമ്മുടെ അന്നത്തെ ശ്യാമിലി തന്ന ലൂബിക്ക ഉപ്പിലിട്ട് എടുത്തിട്ടുണ്ട്. 2 മുളകും കൂടെ അതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെമ്മിപ്പുളി അച്ചാർ, പിന്നെ നമ്മുടെ എന്താ പറയുക കോവയ്ക്ക മെഴുക്കുവരട്ടി, പിന്നെ അയില വറുത്തത്, നല്ല എന്താ പറയുക കുരുമുളകൊക്കെ ഇട്ട് വറുത്തത് കേട്ടോ. പിന്നെ നമ്മുടെ മുളക് കറി, ഇതൊക്കെ കൂട്ടി കഴിച്ചു. അപ്പോൾ എന്താ പറയുക, പാറു വന്നതിന് ശേഷം രാവിലെ എണീക്കൂട്ടോ. ഞാൻ 11 മണിക്ക് എണീറ്റിരുന്നു. ഞാനിപ്പോൾ 6 മണിക്ക് എണീക്കും, അല്ലെങ്കിൽ അവളെ എണീപ്പിക്കും എന്നെ. ഭക്ഷണം വേണം അവൾക്ക് 6 മണിക്ക്. അങ്ങനെയായി ഇപ്പം. അതുകൊണ്ട് എൻ്റെ പണിയൊക്കെ 10 മണിയാകുമ്പോൾ തന്നെ തീരും കേട്ടോ. 10 മണിക്ക് എൻ്റെ അടുക്കള ക്ലീൻ ആവും. ഒന്നോർത്ത് അതാ നല്ലത്. ഭയങ്കര രസമായി. പിന്നെ ഫുള്ള് ഫ്രീ ആയി ഞാൻ. രാത്രി വരെയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, എൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയായി ഇപ്പോൾ ലൈഫ്. എന്നാലും ഹാപ്പിയാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.